ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പരുക്ക് പറ്റി ചികിത്സയിലായിരുന്ന BL റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർ രാജ് മരിച്ചത്. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണം. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ചിന്നക്കനാൽ BL റാം സ്വദേശിയായ വെള്ളക്കല്ലിൽ സൗന്ദർരാജ് ആണ് ഗുരുതരമായി പരിക്ക് പറ്റി ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാട്ടാന ആക്രമണത്തിൽ സൗന്ദർരാജിന് പരിക്കേറ്റത്. ഗുരുതര പരിക്കിനെ തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. 21-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സൗന്ദർരാജിനെ കാട്ടാന ആക്രമിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് വീണ് പരിക്കേറ്റതിനാൽ സൗന്ദർരാജിൻ്റെ വലതുകാലിന് ശേഷിക്കുറവുണ്ടായിരുന്നു. അതിനാൽ കാട്ടാന ആക്രമിക്കാനെത്തിയപ്പോൾ സൗന്ദർരാജിന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സൗന്ദർരാജിൻ്റെ മകളുടെ മകൻ റൈസനും കൃഷിയിടത്തിൽ ഒപ്പം ഉണ്ടായിരുന്നു. സൗന്ദർരാജിനെ ആന ആക്രമിക്കുന്നത് കണ്ട് റൈസൻ ഓടി റോഡിലെത്തി നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോഴും ആന അവിടെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ആനയെ തുരത്തിയ ശേഷം സൗന്ദർരാജിനെ ആശുപത്രിയിലെത്തിച്ചത്. നെഞ്ചിൽ ഗുരുതര പരിക്കേറ്റ സൗന്ദർരാജിൻ്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. കാട്ടാന ചവിട്ടിയതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണം. അരിക്കൊമ്പനെ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും മാറ്റിയ ശേഷം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെയാളാണ് സൗന്ദർരാജ്. കഴിഞ്ഞ 8-ാം തീയതി BL റാമിന് സമീപം പന്നിയാറിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം കൊല്ലപ്പെട്ടിരുന്നു. 2023 മുതൽ മൂന്നാർ വൈൽഡ് ഡിവിഷൻ കീഴിൽ ഇതുവരെ 46 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.